ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മാധ്യമ സ്ഥാപനങ്ങളിലൊന്നാണ് BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇപ്പോൾ BBC പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് മാപ്പ് എന്നല്ല, ഈ ചോദ്യങ്ങൾക്ക് പിന്നിൽ വലിയ കഥയുണ്ട്. ആ കഥ അറിയണമെങ്കിൽ 2021 ജനുവരി 6 നടന്ന അമേരിക്കൻ ക്യാപിറ്റോൾ കലാപത്തിൻ്റെ കഥകളിലേക്ക് നമ്മളൊന്ന് പോയി നോക്കാം. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. We're going to walk down and I'll be there with you. We're going to walk down anyone you want, but I think right here we're going to walk down. BBC പോലും മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ, അതും ഡൊണാൾഡ് ട്രംപിനോട്, ഈ സംഭവം വെറുമൊരു വാർത്തയായി അവശേഷിക്കുകയല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സൂചനയാണ് ഈ സംഭവങ്ങൾ. ഡൊണാൾഡ് ട്രംപ് ഒരു വിവാദ വ്യക്തിത്വമാണെന്ന് നമുക്കൊക്കെ അറിയാം. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ്. BBC പോലെ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ വൻ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നിഷ്പക്ഷമാണെന്ന് നമ്മൾ കരുതുന്ന ഒരു റിനൗണ്ട് മാധ്യമ സ്ഥാപനത്തെ കൊണ്ടുപോലും ട്രംപ് മാപ്പ് പറയിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ പല മാധ്യമങ്ങൾക്കൊരു പാഠം കൂടിയാണ് കേട്ടോ. നോക്കാം, ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം പറയാം. അമേരിക്കയുടെ 45ാമത് പ്രസിഡൻ്റായാണ് ആദ്യം ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടു. 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ചിപ്പോൾ 47ാമത് പ്രസിഡൻ്റായി അദ്ദേഹം മാധ്യമങ്ങളെ പലപ്പോഴും വിമർശിച്ചിരുന്ന വ്യക്തിയാണ്. BBC അദ്ദേഹത്തിനെതിരെ, ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. അതായത് 2021 ജനുവരി 6 വാഷിങ്ടണിലെ ക്യാപിറ്റോളിൽ ട്രംപ് അനുകൂലികൾ കലാപം നടത്തിയത് നമ്മൾക്കറിയാം. 2020 തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാതെ ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോളിൽ കലാപം നടത്തുകയാണെന്ന് ചെയ്തത്. അന്ന് കുറച്ച് പേർ മരിച്ചു, നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു. ലോകം മുഴുവൻ ഇത് കണ്ടു, മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിരുന്നു. ട്രംപ് ഈ കലാപത്തിന് മുമ്പ് ഒരു റാലിയിൽ സംസാരിച്ചിരുന്നു. നമുക്ക് US ക്യാപിറ്റോളിലേക്ക് പോകാം, അവിടെ നമുക്ക് പ്രതിഷേധിക്കാമെന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ അന്ന് വിവാദമായിരുന്നു. ചിലർ ഈ വാക്കുകൾ കലാപത്തിന് പ്രേരണയായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ട്രംപ് അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ വിഷയത്തിലാണ് BBC ഡോക്യുമെൻ്ററി ഇറക്കിയത്. ഈ ഡോക്യുമെൻ്ററിയുടെ പേര് പനോരമ എന്നായിരുന്നു. പനോരമ എന്ന പേരിലുള്ള ഡോക്യുമെൻ്ററി BBC പുറത്തിറക്കുന്നത് കഴിഞ്ഞ വർഷമാണ്, 2024. പക്ഷേ ഈ ഡോക്യുമെൻ്ററിയിൽ ട്രംപിൻ്റെ അന്നത്തെ റാലിയിലെ സ്പീച്ചാണ് കാണിച്ചിരുന്നത്. പക്ഷേ ആ സ്പീച്ച് എഡിറ്റ് ചെയ്തിരുന്നു. സ്വാഭാവികം, സ്പീച്ച് എഡിറ്റ് ചെയ്ത് തന്നെയാണ് കൊടുക്കുക. ട്രംപിൻ്റെ സ്പീച്ച് മുഴുവൻ കൊടുക്കാൻ സാധിക്കില്ലല്ലോ. ട്രംപിൻ്റെ സ്പീച്ചിനോടൊപ്പം കലാപത്തിൻ്റെ ദൃശ്യങ്ങളും കൂടി സംയോജിപ്പിച്ച് എഡിറ്റ് ചെയ്ത് ട്രംപ് കലാപത്തിന് നേരിട്ട് പ്രേരിപ്പിക്കുന്നതായി കാണിച്ചുകൊണ്ടാണ് ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നത്. ട്രംപ് പറഞ്ഞൊരു വാചകം ഫൈറ്റ് ലൈക്ക് ഹെൽ എന്നായിരുന്നു. ഇതിനൊക്കെ ആ സന്ദർഭത്തിൽ നിന്ന് വേർപ്പെടുത്തി അടർത്തിയെടുത്ത് ഇത് അക്രമത്തിന് നേരിട്ട് ആഹ്വാനം ചെയ്യുകയായിരുന്നു എന്ന രൂപത്തിലാണ് ആ ഡോക്യുമെൻ്ററിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. BBC ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ BBCയുടെ എഡിറ്റിംഗ് ഇത് ട്രംപിനെ ഒരു അക്രമത്തെ പ്രചോദിപ്പിക്കുന്ന ആളായി കാണിക്കുന്നുവെന്നൊക്കെ ആണ് അന്ന് കാരണം പറഞ്ഞത്. പക്ഷേ ട്രംപ് ആ പ്രസംഗത്തിൽ തന്നെ നമുക്ക് പ്രതിഷേധിക്കാം, ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഡോക്യുമെൻ്ററിയിൽ അവതരിപ്പിച്ചത് തെറ്റിദ്ധാരണ സൃഷ്ടിച്ചു. ട്രംപിന് അത് സഹിച്ചില്ല. അദ്ദേഹം BBCക്കെതിരെ ഇത് എനിക്കെതിരെയുള്ള ഡിഫമേഷനാണ്, ഞാൻ നിയമ പോരാട്ടം നടത്തുമെന്നെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ BBC ഫേക്ക് ന്യൂസുകളുടെ രാജ്ഞിയാണ് എന്നടക്കമുള്ള പോസ്റ്റുകൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതെല്ലാം വൈറലായിരുന്നു. അങ്ങനെ ഇന്നലെ BBC ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ട്രംപിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ആ ഡോക്യുമെൻ്ററിയിൽ BBC ചെയ്ത എഡിറ്റിംഗ് തെറ്റായിരുന്നുവെന്ന് BBC സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് അതിനോട് കൂടെ പറഞ്ഞ $1 ബില്യൺ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളത് BBC അംഗീകരിച്ചിട്ടുമില്ലതാനും. BBC തങ്ങളുടെ ഈ പ്രോഗ്രാം അപ്പോഴും നിഷ്പക്ഷമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊരു തെറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പരസ്യമായി ഞങ്ങൾ മാപ്പ് പറയുന്നു, മാപ്പ് തരാനുള്ള തീരുമാനം അംഗീകരിക്കുന്നു എന്ന് BBC പറയുന്നു. മാപ്പ് മാത്രമല്ല, ഡയറക്ടർ ജനറൽ അടക്കമുള്ള ഈ പ്രോഗ്രാമിൻ്റെ പിറകിലുണ്ടായിരുന്ന മുതിർന്ന ജീവനക്കാരെ പോലും BBC-യിൽ നിന്ന് പിരിച്ചുവിടുക പോലും ചെയ്തിട്ടുണ്ട്. ഈ നടപടി BBC എടുക്കുകയാണ് ഒരു മടിയും കൂടാതെ.
ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ ആഘോഷിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസ്, പൊളിറ്റിക്കോ, MSNBC ഇങ്ങനെ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ BBC ഇതാ ട്രംപിനോട് മുട്ടുകുത്തിയിരിക്കുന്നു എന്നർത്ഥത്തിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഇത് വെറുമൊരു അമേരിക്കയിൽ നടന്ന സംഭവം മാത്രമല്ല. നമ്മുടെ നാട്ടിൽ തന്നെ രാഷ്ട്രീയക്കാർക്കെതിരെ മാധ്യമങ്ങൾ പലപ്പോഴും എഡിറ്റ് ചെയ്ത വാർത്തകൾ പ്രചരിപ്പിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കുക തന്നെയാണ്. BBC പോലൊരു സ്ഥാപനത്തിന് പോലും ട്രംപിൻ്റെ കാര്യത്തിൽ പോലും തെറ്റുപറ്റി മാപ്പ് പറയേണ്ടി വന്നു എന്ന ഒരു വാർത്ത, ആ വാർത്തയുടെ പ്രാധാന്യം ചെറുതല്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ട്രംപിൻ്റെ അഭിഭാഷകർ BBC-ക്ക് ഔപചാരികമായി നോട്ടീസ് അയക്കുന്നു, പ്രോഗ്രാം പിൻവലിക്കാൻ വേണ്ടി പറയുന്നു, ക്ഷമാപണം നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു, നഷ്ടപരിഹാരമായി $10 ബില്യൺ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. BBC ആവട്ടെ ട്രംപിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മാപ്പ് പറയുന്നു, ഇനി ആ പ്രോഗ്രാം പ്രദർശിപ്പിക്കില്ല എന്ന നിലപാടെടുക്കുന്നു. പണം നൽകുന്നതൊഴികെ എല്ലാ കാര്യങ്ങളും മാന്യമായി BBC സമ്മതിക്കുകയാണ്. ഇനി കേസിന് വന്നാലും UK നിയമപ്രകാരം ഈ കേസ് വിജയിക്കാൻ ട്രംപിന് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ BBC കാണിച്ച ഈ തിരുത്താനുള്ള മര്യാദ, അതുകൂടിയാണ് മാധ്യമങ്ങൾക്ക് മാതൃക. ഒരു മടിയും കൂടാതെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുകയാണ് BBC ന്യൂസിന് ഇൻസ്റ്റിറ്റ്യൂഷണലി ഒരു ബയാസും ഇല്ല എന്ന് തെളിയിക്കാൻ ലോകത്തിലെ ഏറ്റവും ക്രെഡിബിളായ വിശ്വസനീയമായ ന്യൂസ് പ്രൊവൈഡറാണ് തങ്ങൾ എന്ന ഖ്യാതി നിലനിർത്താൻ ഇനിയും ഈ വിഷയത്തിൽ അവർ തിരുത്തലുകൾ നൽകുമെന്നും പറയുകയാണ്. പക്ഷേ സംഭവിച്ച തെറ്റുകൾ സമ്മതിക്കാതെ, അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റുകൾ വരുത്തി രാഷ്ട്രീയ അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ, നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും. പ്രസിഡന്റ് ട്രംപും BBC-യും തമ്മിലുള്ള ഈ തർക്കം ഇനി എന്താകും? BBC-യുടെ മാപ്പ് ട്രംപ് സ്വീകരിക്കുമോ എന്നതെല്ലാം രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ചർച്ചയാകുന്നത് ജേർണലിസത്തിലെ, മാധ്യമപ്രവർത്തനത്തിലെ നീതിയും ഉത്തരവാദിത്തവും സംബന്ധിച്ച വിശാലമായ ചർച്ചയാണ്. അത് വീണ്ടും ലോകത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ്. BBC-ക്ക് തെറ്റുപറ്റാമെങ്കിൽ ആർക്കും ഈ തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ ചെയ്ത തെറ്റ് സമ്മതിച്ച് മാപ്പ് നൽകാൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനോട് പോലും മാപ്പ് നൽകാൻ തയ്യാറായ മാധ്യമ നൈതികത, അതാണ് മാധ്യമങ്ങൾ മാതൃകയാക്കേണ്ടത്.